ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈ ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് പ്രതീക്ഷകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു ട്രോഫി പോലും അടിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പെങ്കിലും ഷെൽഫിൽ എത്തിക്കണമെങ്കിൽ ഈ സൂപ്പർ കപ്പ് അടിക്കണം. നമ്മളാവട്ടെ ഗ്രൂപ്പ് ഡിയിലാണ്. മുംബൈ സിറ്റി, കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ്, രാജസ്ഥാൻ അടങ്ങുന്ന ഗ്രൂപ്പ് ഡിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടേബിളിലെ ചാമ്പ്യൻ ആയാൽ മാത്രമേ നമുക്ക് സെമി ഫൈനലിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇതുവരെയായിട്ട് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിയിട്ടില്ല. സൂപ്പർ കപ്പിൻ്റെ ഒരു ചരിത്രത്തിലും നമ്മൾ സെമി ഫൈനലിൽ എത്തിയിട്ടില്ല. സോ ഇന്നത്തെ വിജയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. സോ ഇന്ന് രാജസ്ഥാനെതിരെ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആകും. കാരണം മുംബൈ സിറ്റി ഓൾറെഡി ഹൈദരാബാദിനെ 1-4 എന്ന സ്കോറിൽ വീഴ്ത്തി ഇരിക്കുകയാണ്. സോ മുംബൈ സിറ്റി തന്നെയായിരിക്കും കടുപ്പക്കാർ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ആൻഡ് പ്രതീക്ഷകളുണ്ടോ ചോദിച്ചാൽ ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ പ്രതീക്ഷകളുണ്ട്. പുതിയ ഫോറിൻ പ്ലേയേഴ്സ് കോച്ചിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമാണെന്ന് തോന്നുന്നു. ഞാനെന്തായാലും അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ പോസ്റ്റ് മാച്ച് വളരെ വ്യക്തമായി തന്നെ വീഡിയോ ഇടും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ഒരു പ്രീ മാച്ച് എന്ന് പറയുന്നത് കുറച്ചൊരു തട്ടിക്കൂട്ടാക്കിപ്പോയി എന്ന് എനിക്കറിയാം. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. രാജസ്ഥാൻ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കപ്രയാണ്. കപ്ര നമ്മുടെ പഴയ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, അപ്പോൾ അത് അവരുടെയാണ്. പിന്നെ എന്തു പറയുക, അവർ നമ്മളപ്പോൾ തന്നെ ഫോറിൻ പ്ലേയേഴ്സൊക്കെ നല്ല സ്ട്രോങ് ആണ്. നമുക്കവിടെ 6 ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സ് നമുക്കാണ്. വി ക്യാൻ ബീറ്റ് ദം. സോ നന്നായി കളിച്ചാൽ നമുക്ക് കപ്പ് കിട്ടും. എന്നാൽ ശരി.